ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിൽ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. 59-ാം മിനിറ്റിലാണ് ചെക്കിയയുടെ ഗോൾ പിറന്നത്. പന്തടക്കത്തിലും ഷോട്ടുകളിലും മുന്നിൽ നിന്നത് ദക്ഷിണ കൊറിയ ആണെങ്കിലും കളിയുടെ ഗതിക്ക് വിപരീതമായിട്ടാണ് ആദ്യ ഗോൾ പിറന്നത്. എന്നാൽ 67-ാം മിനിറ്റിൽ ഏഷ്യൻ ടീം ഗോൾ മടക്കി. ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ ആതിഥേയരായ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. എൽദോ, തുടക്കം എങ്ങനെ, ഒപ്പം ഇപ്പോൾ നടക്കുന്ന മത്സരത്തിന്റെ വിലയിരുത്തൽ? സജിത്ത്, ഇപ്പോൾ ഇതാ ചെക്കിയ ഒപ്പം ദക്ഷിണ കൊറിയ പോരാട്ടം പുരോഗമിക്കുകയാണ്. മെക്സിക്കോയിൽ ഒപ്പത്തിനൊപ്പമാണ്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ, മത്സരത്തിന്റെ ഗതി നോക്കുകയാണെങ്കിൽ അവിടെ ഏഷ്യൻ ടീമായുള്ള ദക്ഷിണ കൊറിയയ്ക്ക് ഒരു എഡ്ജുണ്ട്. പക്ഷേ സ്കോർ കാർഡ് അതല്ല, തോന്നിപ്പിക്കുക എന്ന് മാത്രം. ദക്ഷിണ കൊറിയ ചെക്കിയ പോരാട്ടത്തിന്റെ ആദ്യം മുതൽ തന്നെ ആക്രമിച്ചു കളിച്ചതും കൂടുതൽ പന്തടക്കം പ്രകടമാക്കിയതുമൊക്കെ ദക്ഷിണ കൊറിയയാണ്. ആ മത്സരത്തിൽ പക്ഷേ ആദ്യ ഗോൾ വീണത് ചെക്കിയുടെ ഭാഗത്തു നിന്നാണെന്ന് മാത്രം. ലാദിസ്ലാവ് ക്രെച്ചിയാണ് 59-ാം മിനിറ്റിൽ, ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. അതിനുശേഷം 59-ാം മിനിറ്റിൽ ലാദിസ്ലാവ് ക്രെച്ചി, അവരുടെ ക്യാപ്റ്റൻ, പുതിയ ആംബാൻഡ് അണിഞ്ഞെത്തിയ ക്രെച്ചി തന്നെ ചെക്ക് റിപ്പബ്ലിക്കിന് ഒരു ഹെഡർ ഗോളിലൂടെ അവർക്ക് ലീഡ് നൽകുകയാണ് ചെയ്തത് ആദ്യ സമയങ്ങളിൽ. എന്താണെങ്കിലും വലിയ താമസമില്ലാതെ തന്നെ ഹ്വാങ് ഇൻ ബിയോമിലൂടെ ദക്ഷിണ കൊറിയ തിരികെ അടിച്ചു. 67-ാം മിനിറ്റിലാണ് ഹ്വാങ് ഇൻ ബിയോമിലൂടെ ദക്ഷിണ കൊറിയ ഗോൾ മടക്കി സമനില പിടിച്ചത്. എന്താണെങ്കിലും പന്തടക്കത്തിലെല്ലാം ദക്ഷിണ കൊറിയ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് രസകരം. ആവേശകരമായിട്ടുള്ളൊരു ഫുട്ബോൾ പോരാട്ടമാണ് നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഹ്യോങ് സിൻ മിൻ എന്ന ഇതിഹാസ കൊറിയൻ താരത്തിന്റെ ഒരുപക്ഷെ അവസാന ലോകകപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിസ്മരണീയമായ ലോകകപ്പ് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ദക്ഷിണ കൊറിയ. ഇനി ആദ്യ മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആദ്യ മത്സരം അത് തീർത്തും ഏകപക്ഷീയമായിരുന്നു, വൺ സൈഡഡ് ആയിരുന്നു എന്ന് വേണം പറയാൻ. ആദ്യ മത്സരത്തിൽ മെക്സിക്കോയും ദക്ഷിണ ആഫ്രിക്കയുമാണ് ഏറ്റുമുട്ടിയത്. ആതിഥേയരായ മെക്സിക്കോയുടെ ആരാധകർ തിങ്ങി നിറഞ്ഞ അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 9-ാം മിനിറ്റിൽ തന്നെ ദക്ഷിണ ആഫ്രിക്കയുടെ വലയിലേക്ക് ആദ്യ ഗോളെത്തി. 9-ാം മിനിറ്റിൽ തന്നെ മെക്സിക്കോ ലീഡ് എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ അതിന് പിന്നാലെ മത്സരം അത് തുടർന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 റെഡ് കാർഡുകൾ പിറന്നു ഉദ്ഘാടന വേദിയിൽ തന്നെ എന്നുള്ളതാണ്. കഴിഞ്ഞ ലോകകപ്പൊക്കെ നോക്കുകയാണെങ്കിൽ കാര്യമായ റെഡ് കാർഡുകൾ ഉണ്ടായിരുന്നില്ല. ആകെ 4 റെഡ് കാർഡാണ് ടൂർണമെന്റിൽ ഉടനീളം ഉണ്ടായത്. പക്ഷേ ഇത് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റെഡ് കാർഡുകൾ പിറന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ ഗോളുകൾ ആ വലയിൽ നിറയുമായിരുന്നു എന്നുള്ളതും സംശയമില്ല. മെക്സിക്കോയുടെ ഏകപക്ഷീയമായിട്ടൊരു പോരാട്ടം തന്നെ വിശേഷിപ്പിക്കാം. അതിൽ കൂടുതൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം റാങ്കിങ്ങിൽ എത്ര വലിയ വ്യത്യാസം 2 ടീമുകൾ തമ്മിൽ ഉണ്ട് താനും സജിത്ത്. അതാണ് സാഹചര്യം. എന്തായാലും ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ തുടക്കം തന്നെ ആവശ്യത്തിലേക്കാണ് പോകുന്നത്. രണ്ടാം മത്സരം പുരോഗമിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.